वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। नमः शिवाय। नर्मदे हर। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കമൻസിലും അതേപോലെ വാട്സപ്പിലും എല്ലാവരും ചോദിക്കുന്ന പ്രധാന പ്രശ്നമാണ് ധനം. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ധനം അത്യാവശ്യമാണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടി നടക്കുന്നതും ധനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ധനമുണ്ടെങ്കിലേ വിലയുള്ളൂ, കമ്മ്യൂണിറ്റിയിൽ സ്റ്റാറ്റസ് ഉള്ളൂ, നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് അതിനുള്ള ഒരു പരിഹാരമാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ, അതേപോലെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ആണ് ഞാൻ ഓരോ സിദ്ധ രീതികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം നമുക്ക് ചെറിയ കാര്യങ്ങൾ എന്ന് തോന്നും, വലിയ കാര്യങ്ങളൊക്കെ എന്ന് തോന്നും. നമ്മൾ ഓടിച്ചെന്ന് താന്ത്രികരോ ജ്യോതിഷരോ പോയിട്ട് ധാരാളം കാശ് കളയുന്നവരാണ് നാം എല്ലാവരും. അപ്പോൾ നമ്മുടെ സിദ്ധ രീതി ഫോളോ ചെയ്താൽ നല്ല ഗുണമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ലൈഫ്. ചെറിയ ചെറിയ ടിപ്സുകൾ നമ്മൾ ദൈനംദിന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ പ്രശ്നങ്ങൾ വലുതാണ്. കുറേ ക്രിയകൾ, ഹോമങ്ങൾ, ഏലസുകൾ ഒക്കെ ധരിച്ച് നമ്മൾ കാശ് ചുമ്മാ കളയുക എന്നല്ലാതെ അതിനൊരു ഫലം ഉണ്ടാവില്ല. പക്ഷേ സിദ്ധ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ പഴമക്കാർ, നമ്മൾ മുൻ തലമുറ, യുവതലമുറ അവർ ഫോളോ ചെയ്തത് ഇന്നത്തെ കാലത്ത് ആരും ഫോളോ ചെയ്യാത്തതിൻ്റെ ദൂഷ്യഫലങ്ങളാണ് നാം എല്ലാവരും അനുഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സിദ്ധതന്ത്രത്തിലെ ഒരേടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ധനദേവതയായിട്ട് മഹാലക്ഷ്മിയെയാണ് ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധനം വന്നു ചേരണമെങ്കിൽ ഒരു വിഘ്നവും കൂടാതെ വന്നു ചേരണം എന്ന ഉദ്ദേശമാണ് എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ വിഘ്നങ്ങൾ മാറ്റുക എന്നുള്ളൊരു കടമ്പ നാം കടക്കുന്നത് എങ്ങനെയാണ്? ഗണേശ ഭഗവാനെയാണ്. ധനദേവതയായിട്ട് നാം പ്രാർത്ഥിക്കുന്ന ആരെയാണ്? മഹാലക്ഷ്മിയെയാണ്. അപ്പോൾ ഒരേ സമയം വിഘ്നേശ്വരനെയും അതേപോലെ മഹാലക്ഷ്മിയെയും സന്തോഷിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിന് നാം ചെയ്യേണ്ടത് 3 വെറ്റില, യാതൊരുവിധ ഹോളോ ക്രാക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ 3 വെറ്റിലേക്ക് നല്ല സ്ഫടികമായിട്ടുള്ള കീറാത്ത വാടാത്ത വെറ്റില നോക്കി വേണം നമ്മൾ വാങ്ങിക്കാൻ. നമ്മൾ
അത് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ മേലറ്റവും കീഴറ്റവും കട്ട് ചെയ്ത് മാറ്റണം. മേലറ്റം എന്ന് പറഞ്ഞാൽ വ്യാധികൾ, രോഗങ്ങൾ. താഴത്തെ അറ്റം എന്ന് പറഞ്ഞാൽ ധനസംബന്ധമായ ദാരിദ്ര്യം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നല്ല രീതിയിൽ കഴുകുക. അതിനുശേഷം നാം അതിൽ കുറച്ച് നെയ്യിടും. ആ നെയ്യിൽ കുറച്ച് കുങ്കുമം കലക്കി വെക്കും. നല്ല രീതിയിൽ കലക്കി പേസ്റ്റ് രൂപത്തിലാക്കണം, കുങ്കുമ പേസ്റ്റ്. ഇനി വേണ്ടത് കറുകപ്പുല്ലാണ്. അതൊരു 21 എടുക്കുക. ഒരു ചെമ്പരത്തി പൂവും കൂടി എടുക്കുക, അതിൽ കെട്ടുക. ഇത് ഗണപതി സങ്കല്പിച്ചിട്ട്, കുങ്കുമവും നെയ്യും ലക്ഷ്മിയെ സങ്കല്പിച്ചിട്ട് ഈ പറയുന്ന 2 കൂട്ടവും ചെയ്തു കഴിഞ്ഞാൽ 1 രൂപ കോയിന് ആ വെറ്റിലയുടെ വെക്കുക. ഇപ്പോൾ നമ്മൾക്ക് 3 വെറ്റിലയുണ്ട്. അതിൻ്റെ മേളിലത്തെ വെറ്റിലയിൽ നമ്മൾ നെയ്യും കുങ്കുമവും കലക്കി പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഈ പറയുന്ന 21 കറുക പ്ലസ് അതിൽ കെട്ടിയിരിക്കുന്ന ഒരു ചെമ്പരത്തിപ്പൂ. കാരണം ചെമ്പരത്തിപ്പൂ ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവിൽ ഒന്നാമത് തന്നെയാണ്. അപ്പോൾ ഈ കെട്ട് ആ കുങ്കുമത്തിൽ തൊട്ടു നിൽക്കുന്ന രീതിയിൽ വെക്കുക. ഒരു കോയിൻ കൂടി വെക്കുക. അതിനുശേഷം ഒരു തട്ടം എടുക്കുക. സ്റ്റീൽ അല്ലാത്ത നമ്മുടെ ബ്രാസ് തട്ടം ഉണ്ടെങ്കിൽ ബ്രാസ് തട്ടം എടുത്തിട്ട് അതിൻ്റെ മേളിൽ ഈ പറയുന്ന വെറ്റില വെക്കുക. അതിനു മുമ്പ് ഈ തട്ടത്തിൽ വെക്കുന്നതിന് മുമ്പ് ഈ 3 വെറ്റിലയും അതിൻ്റെ മേൽ വെച്ചിരിക്കുന്ന കുങ്കുമ പേസ്റ്റ് ഈ പറയുന്ന കറുകയും വലത്തെ കയ്യിൽ വെച്ചുകൊണ്ട് നാം ജപിക്കേണ്ട മന്ത്രം ഗണപതി മന്ത്രവും ലക്ഷ്മി മന്ത്രവുമാണ്. ഇപ്പോൾ ഗണപതി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. ഓം ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം തന്നോ വൃദ്ധി പ്രചോദയാത്. ഓം തന്നോ സിദ്ധി പ്രചോദയാത്. ഓം ഗംഗണാധിപതേ നമഃ. ഇപ്പോൾ മഹാലക്ഷ്മി മന്ത്രമാണെങ്കിൽ ഓം മഹാലക്ഷ്മി ച വിദ്മഹി വിഷ്ണു പത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. അല്ലെങ്കിൽ ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ ഓം ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമഃ. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് താമര. അപ്പോൾ മൂലമന്ത്രം വേണമെങ്കിൽ ഓം കമൽവാസിന്യേ നമഃ. ഈ പറയുന്ന കറുകയുടെ കൂടെ താമര കൂടി വെച്ച് കഴിഞ്ഞാൽ അത്യുത്തമം, ലക്ഷ്മി പ്രീതിക്ക് അത്യുത്തമമായിരിക്കും. ഇത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ തട്ടത്തിൽ വയ്ക്കുക. എല്ലാ ദിവസവും നമ്മൾ ഈ കുങ്കുമ പേസ്റ്റ് നമ്മൾ കുറിയായിട്ട് തൊടുക. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഇത് മാറ്റിക്കൊണ്ടിരിക്കുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ പഴയ വെറ്റിലയും ഈ പറയുന്ന കുങ്കുമവും കറുകയും തുളസിയിൽ തറയിൽ ഉള്ളിൽ കളയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടാത്ത ഏതെങ്കിലും ഭാഗത്ത് സ്വരൂപിക്കുക. ഇത് നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നിരിക്കും. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയോടെ ഈ കുങ്കുമക്കുറി നമ്മൾ തൊട്ടിട്ട് വേണം നമ്മൾ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന ബ്ലോക്കുകൾ എല്ലാം മാറി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ചെയ്തു കഴിയുമ്പോൾ ഇത് മനസ്സോടെ നമ്മൾ 108 പ്രാവശ്യം ഈ 2 മന്ത്രങ്ങൾ കൂടി ചൊല്ലിയാൽ അത്യുത്തമം. കാരണം ഭഗവാന് വേണ്ടി, അവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയാൽ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കാരണം വെറ്റില മഹാലക്ഷ്മി പ്രീതിക്ക് അതേപോലെ ഗണപതി പ്രീതിക്ക് ഏറ്റവും വിശിഷ്ടമാണ്. അതിലാണ് നമ്മൾ ഈ പറയുന്ന കുങ്കുമവും നെയ്യും ചാലിച്ച് കുറി തൊടുന്നത്. അപ്പോൾ ഈ വെറ്റിലയുടെ എനർജി ഈ കുങ്കുമമായിട്ട്, അതേപോലെ നെയ്യ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ്
നെയ്യ്, പാല് എന്നിവ. അപ്പോൾ ഈ ഒരു അംശം വെറ്റിലയായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധവും അതിനുണ്ടാവും. കുങ്കുമത്തിൻ്റെ സുഗന്ധവും അതുപോലെ കറുകയുടെ സുഗന്ധവും അതേപോലെ വെറ്റിലയുടെ സുഗന്ധവും അതിലുണ്ടാവും. അത് നമ്മൾ കുറിയായിട്ട് നമ്മൾ എല്ലാ ദിവസവും തൊടുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ. ഇതെല്ലാ ദിവസവും കുറിയായി ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചയും വെറ്റിലയും ഈ പറയുന്ന കറുകയും കുങ്കുമവും എല്ലാം നമ്മൾ എന്താണോ കഴിഞ്ഞ വെള്ളിയാഴ്ച വെച്ചത് അത് ടോട്ടലി എടുത്ത് തുളസിയിൽ വിസർജിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കാല് ചവിട്ടാത്ത ഇടത്തിൽ വിസർജനം ചെയ്യുക. ഇപ്പോൾ അടുത്ത് ഏതെങ്കിലും അരുവിയോ എന്തുണ്ടെങ്കിൽ അതിലേക്ക് നിമഞ്ജനം ചെയ്യുക. വളരെ ഏറെ ഫലം തരുന്ന, അതേപോലെ എല്ലാ രീതിയിലും ഒരു വശ്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി അതിനുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളൊരു പൊതുസ്ഥലത്ത് പോവുകയാണ്, നമ്മൾ ഈ കുറി തൊട്ടാണ് പോകണമെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളിലേക്കൊരു അട്രാക്ഷൻ കൂടി ഉണ്ടാവും. അത് തീർച്ചയാണ്. കാരണം ഈ വെറ്റിലയുടെ എനർജിയും ഈ പറയുന്ന കുങ്കുമത്തിൻ്റെ എനർജിയും നെയ്യുടെ എനർജിയും കറുകയുടെ എനർജിയും നമ്മുടെ പുരാണങ്ങൾ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. കാരണം ഗണപതി ഹോമം ചെയ്ത് കറുക ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഗന്ധം അത് നമ്മുടെ ഇൻറ്റേർണൽ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. പല മാരാരോഗങ്ങൾക്ക് പരിഹാരമാണ് കറുക, അതിൽ നിന്നും വരുന്ന പുക. അതുകൊണ്ടാണ് പഴമക്കാർ വെളുപ്പിനെ തന്നെ സൂര്യൻ ഉദിക്കുന്ന ആ ഭാവത്തിൽ തന്നെ ഗണപതി ഹോമം ചെയ്യുന്നത്. കാരണം ഫ്രഷായിട്ട് ഉള്ള ദിവസം ഈ പറയുന്ന കറുകയുടെ പുക നമ്മൾ ശ്വസിക്കാൻ ഇടവന്നാൽ നല്ല രീതിയിൽ ഒരു ഉന്മേഷം നമുക്ക് ലഭിക്കും. അതോടെ നമ്മൾ ഈ പറയുന്ന താമര ഹോമിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള വികടലക്ഷ്മി പുറത്ത് പോകുമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച അഗ്നിഹോത്രം പറഞ്ഞായിരുന്നു, ഗണപതി കറുക ഹോമിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ പറയുന്ന താമരദളകൾ നമ്മൾ ഹോമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫലങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എല്ലാവരും മനസ്സറിഞ്ഞ് ഈ ചാനൽ പ്രൊമോട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും വാട്സപ്പ് മെസ്സേജും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഞാൻ ഓരോ എപ്പിസോഡായിട്ട് ഈ രീതിയിൽ നിങ്ങളുടെ സംശയങ്ങൾ മാറ്റി കൊടുക്കാറുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ. अशेषान् विहितान् हरे क्षमस्वत्वं शेषशैलशिखामणे